ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ എങ്ങനെ അമ്മ അവനെ എന്നെ പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കരയുന്നുണ്ട്. അത് സത്യമാണ്. പക്ഷേ എന്റെ ഉള്ളിലെ പേടി, എന്റെ സങ്കടം, അതൊന്നും അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ലേ? ആര് പറഞ്ഞു മനസ്സിലാക്കുന്നില്ലെന്ന്? മോളെ, ജ്യോതിയുടെ കാര്യത്തിൽ ഇങ്ങനൊരു മാറ്റം ആരും പ്രതീക്ഷിച്ചതല്ല. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരുമ്പോ നമുക്ക് സങ്കടം ഉണ്ടാവും. പക്ഷേ നാളെക്കുറിച്ച് ഓർക്കുമ്പോ അത് ഇന്ന് തന്നെ ചെയ്യുന്നതാ ശരി. ആദിക്ക് മോള് വാക്കൊന്നും കൊടുക്കണ്ട. പകരം അവനെ പറഞ്ഞു മനസ്സിലാക്കണം. അവന്റെ ഭാവി മനുവിന്റെ കൂടെയാ. ജ്യോതിയും ആദിയും മനുവിന്റെ കൂടെ പോവുകയാണെങ്കിൽ അവരെക്കുറിച്ച് പിന്നീട് ഒരിക്കലും നമുക്ക് വേറെ ചിന്തിക്കേണ്ടി വരില്ല. വെട്ടിമുറിച്ച് പറയുന്നൊന്നല്ല. മോള് വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ. ഒന്നിരുന്ന് ആലോചിച്ചാ നിനക്ക് മനസ്സിലാവും. നീ എന്നും മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ചല്ലേ ചിന്തിച്ചിട്ടുള്ളൂ, പ്രത്യേകിച്ച് ജ്യോതിയുടെ കാര്യത്തിൽ. ഭർത്താവിന്റെ സഹോദരിയോടുള്ള ബന്ധമല്ല നീ കാണിച്ചിട്ടുള്ളത്. സ്വന്തം അനുജത്തെ എങ്ങനെ കൊണ്ടു നടക്കുന്നു അത് തന്നെയാണ് നീ ചെയ്തിട്ടുള്ളത്. നിന്റെ അനുജത്തിയുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അവള് നന്നായിട്ട് ജീവിക്കട്ടെ മോളെ. ശരി അച്ഛാ. ഞാൻ പറഞ്ഞോളൂ അവനോട്. കരഞ്ഞ് ബഹളം വെക്കും, അതേ ഉള്ളൊരു കുഴപ്പം. പിന്നെ എന്റെ കരച്ചില് അതാരും കാര്യാക്കണ്ട. എന്ന് തുടങ്ങിയതാ ഞാനിങ്ങനെ കരയാൻ. അവളുടെ കണ്ണുനീര് കാണുമ്പോ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടൊന്നും അല്ല രഘുവേട്ട. മോള് പറഞ്ഞത് സത്യമല്ലേ? എത്ര കാലമായി അവൾ കരയാൻ തുടങ്ങിയിട്ട്. ആദ്യം അവൾക്കുണ്ടായിരുന്നത് അവളുടെ അച്ഛന്, അതും അവൾക്ക് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതാണ് സത്യം. നമ്മുടെ കുടുംബത്തിൽ കയറി വന്നതിന് ശേഷം സ്വസ്ഥത എന്താണെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടോ? കരഞ്ഞ് കണ്ണുനീര് തോരുന്നതിനിടയിൽ അവൾക്കുള്ള ഒരേ ഒരു ആശ്വാസമായിരുന്നു ആദ്യം. എന്റെ മോളെ എനിക്ക് എപ്പോഴും ഇങ്ങനെ വേദനിപ്പിക്കേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴും. താൻ എന്താടോ കാണിക്കുന്നേ? അതൊക്കെ മോളെ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്തുള്ളൂ. താനിങ്ങനെ ടെൻഷൻ ആവണ്ട പ്ലീസ് സുജാതെ.